കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലാണ്. ഓരോ ജില്ലയിലെയും ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ ആരൊക്കെയാകും എന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നതിന്റെ തിരക്കിൽ ആണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ. അവിടെ തിരുവനന്തപുരം ജില്ല ഇത്തവണ കേരളത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇത്തവണ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കും എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് തരംഗം ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പാണ് എന്ന് നമുക്കറിയാം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതു മുന്നണി ഭരണ തുടർച്ചയിലേക്ക്, ഏതെങ്കിലും ഒരു മുന്നണി ഭരണ തുടർച്ചയിലേക്ക് പോയത് നമുക്കറിയാം. അങ്ങനെ പിണറായി വിജയൻ സർക്കാരിന്റെ ആവർത്തനമാണ് ഉണ്ടായതെങ്കിൽ ആ പിണറായി വിജയൻ സർക്കാരിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ സംഭാവന ചെയ്ത ജില്ല കൂടിയായിരുന്നു തിരുവനന്തപുരം. 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13ഇടത്തും LDF വിജയക്കൊടി പാറിച്ച് റെക്കോർഡ് വിജയം കൈവരിച്ച സാഹചര്യമായിരുന്നു 2021 അപ്പോൾ അതിന് സമാനമായ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം സൃഷ്ടിച്ചെടുക്കുവാനുള്ള ശ്രമത്തിലാണ് CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി. അവിടെയാണ് നമ്മൾ ഈ തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്ന് പരിശോധിക്കുന്നത്. അതിൽ പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടത് തിരുവനന്തപുരം എന്ന നിയമസഭാ മണ്ഡലം, അവിടെ നമുക്കറിയാം ആന്റണി രാജു എന്ന MLA-യും മുൻ മന്ത്രിയുമൊക്കെ ആയിരുന്നു ജനപ്രതിനിധി. പക്ഷേ അദ്ദേഹം തൊണ്ടി മുതൽ തിരിമറിക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഇപ്പോൾ MLA അല്ല. അതുകൊണ്ട് തിരുവനന്തപുരത്ത് ആ മണ്ഡലം ഇടതുമുന്നണിയിൽ CPIM ഏറ്റെടുക്കുമോ എന്നതിൽ നമുക്ക് വ്യക്തത കൈവരേണ്ടതുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് മറ്റ് സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നതാണ് പരിശോധിക്കാൻ പോകുന്നത്. അതിൽ തന്നെ നേമം മണ്ഡലത്തിൽ V ശിവൻകുട്ടിയായിരിക്കും സ്ഥാനാർത്ഥിയായി എത്തുക എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതായത് തിരുവനന്തപുരത്തെ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചത് ശിവൻകുട്ടിയാണ് എങ്കിൽ അത് തുടരുക തന്നെ ചെയ്യും. ശിവൻകുട്ടി എന്ന പേരിനപ്പുറത്ത് മറ്റൊരു പേരിന് പരിഗണനയില്ല എന്നുള്ളതാണ്. കോവളത്ത് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ മണ്ഡലമാണ് കോവളമെങ്കിൽ TN സുരേഷ്, അതോടൊപ്പം തന്നെ ഭഗത് റൂഫസ് എന്നിവർക്ക് പരിഗണന ലഭിക്കുന്നു. വട്ടിയൂർക്കാവ് ഇത്തവണ BJP നിയമത്തിന് പുറമെ ഉന്നം വയ്ക്കുന്ന മറ്റൊരു മണ്ഡലമാണ്. അവിടെ VK പ്രശാന്ത് തന്നെയായിരിക്കും വട്ടിയൂർക്കാവിൽ ഇത്തവണയും സ്ഥാനാർത്ഥിയായി എത്താൻ പോകുന്നത് എന്ന സൂചന തന്നെയാണ് പുറത്തുവരുന്നത്. ഇനിയുള്ളത് കഴക്കൂട്ടത്താണ്. അവിടെ കടകംപള്ളി സുരേന്ദ്രന് പുറമെ SP ദീപകിന്റെ പേര് കൂടി പുറത്തു വരുന്നു എന്നുള്ളതാണ്. പാറശാലയിൽ CK ഹരീന്ദ്രൻ സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടാവും. നെയ്യാറ്റിൻകരയിൽ KA ആൻസലൻ അല്ല എങ്കിൽ ബെൻ ഡാർവിൻ എന്ന യുവ നേതാവിനെ കൂടി കളത്തിൽ ഇറക്കുവാനുള്ള സാധ്യതയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കാട്ടാക്കടയിൽ IB സതീഷ് സ്ഥാനാർത്ഥിയായി എത്തും എന്ന വിവരമാണുള്ളത്. നെടുമങ്ങാട് GR അനിലിന്റെ പേരിനാണ് പരിഗണന. അരുവിക്കരയിൽ G സ്റ്റീഫന്റെ പേര് തന്നെ മുന്നിൽ നിൽക്കുന്നു. വാമനപുരത്ത് DK മുരളി, വർക്കലയിൽ V ജോയ്, അങ്ങനെ നീളുകയാണ് പേര്. ആറ്റിങ്ങലിൽ അംബികയുടെയും സത്യന്റെയും പേരുകളുണ്ട്. ചിറയൻകീഴ് മനോജിന്റെ പേരിന് തന്നെയാണ് ഇപ്പോൾ പരിഗണന ലഭിക്കുന്നത്. ഇവിടെയാണ് എടുത്തു പറയേണ്ടത് KS ശബരിനാഥന്റെ പരാജയം ഉൾപ്പെടെ അട്ടിമറി തോൽവി അടക്കം നടന്നിട്ടുള്ള പശ്ചാത്തലമൊക്കെ ഓർത്തെടുക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അപ്പോൾ 2021 സമാനമായൊരു റിസൾട്ട് അല്ല എങ്കിൽ പോലും കാര്യമായൊരു മുന്നേറ്റം തിരുവനന്തപുരത്ത് ഉണ്ടാകേണ്ടതുണ്ട് എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. നമുക്ക് VV അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, 14 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 13 ഏകദേശ ചിത്രമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരം ഏറ്റെടുക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഒപ്പം മറ്റ് ഘടകകക്ഷികൾക്ക് നൽകുമോ എന്നതിലും ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ പേരുകളിലേക്ക്, അതായത് നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ഈ പേരുകളിലേക്ക് ഇടതുമുന്നണി CPIM ഉൾപ്പെടെ എത്തി നിൽക്കുവാനുണ്ടാകുന്ന ഒരു സാഹചര്യം എന്താണ്? അഭിലാഷെ, കഴിഞ്ഞ തവണ 13 സീറ്റാണ്, 14 13 സീറ്റാണ് തിരുവനന്തപുരത്ത് ഇടതുമുന്നണിക്ക് ലഭിച്ചത്. വലിയ മുന്നേറ്റം സംസ്ഥാനത്ത് മൊത്തത്തിലുണ്ടാകുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് തിരുവനന്തപുരം ജില്ല വഹിച്ചു എന്നതാണ് വസ്തുത. അതേ മുന്നേറ്റം ഇത്തവണ ഉണ്ടായെങ്കിൽ മാത്രമേ തുടർഭരണമെന്ന സ്വപ്നം ഇടതുമുന്നണിക്ക് സാധ്യമാകുകയുള്ളൂ, അത് യാഥാർത്ഥ്യമാകുകയുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സിറ്റിംഗ് MLA-മാർ, അത് 2 ടേം നിബന്ധന എടുത്തു കളഞ്ഞുകൊണ്ട് സിറ്റിംഗ് MLA-മാരെ പരമാവധി കളത്തിലിറക്കാനാണ് CPM-ന്റെ തീരുമാനം. CPIM 2 ടേം ശേഷം 3 ടേം വരെ സിറ്റിംഗ് MLA-മാർക്ക് നൽകാനുള്ള ആലോചനയിലാണ്. അതുകൊണ്ട് തന്നെ പരമാവധി അത്തരം സ്ഥാനാർത്ഥികൾ തന്നെ ഉണ്ടാകും. തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ആന്റണി രാജു, ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ഏക MLA ആയ ആന്റണി രാജുവാണ്. അദ്ദേഹത്തെ പിന്നീട് മന്ത്രിയാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തൊണ്ടിമുതൽ കേസിൽ, വ്യാജ തൊണ്ടിമുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് അയോഗ്യനായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ സീറ്റ് CPM ഏറ്റെടുക്കാനുള്ള സാധ്യതകളാണ് അന്വേഷിക്കുന്നത്. പക്ഷേ അവിടെ CPM ഇതുവരെയും വിജയസാധ്യതകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം
മനസ്സിലാക്കാൻ അവിടെ കേരള കോൺഗ്രസ് എം ഇതിനകം അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. അവർക്ക് നേരത്തെ 13 സീറ്റാണ് കഴിഞ്ഞ തവണ നൽകി. അതിൽ അവസാനം ഒരു സീറ്റ് CPM തിരിച്ചെടുക്കുകയായിരുന്നു. അതിൽ 13ാമത്തെ സീറ്റ് തിരുവനന്തപുരം ആവശ്യപ്പെടാൻ ജില്ലയിലെ കേരള കോൺഗ്രസ് എം നേതാക്കൾ ഇതിനകം നീക്കം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു തീരുമാനം CPM എടുത്തിട്ടില്ല. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി അവർക്കും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തിരുവനന്തപുരം സീറ്റിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ട്. നേമത്ത് ഒരു തർക്കവും അനിശ്ചിതത്വമില്ല. വി ശിവൻകുട്ടി തന്നെ അവിടെ വീണ്ടും മത്സരിക്കും. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടുമുണ്ട്. വി ശിവൻകുട്ടിയെ കൊണ്ട് മാത്രമേ നിയമം നിലനിർത്താനാവൂ. കഴിഞ്ഞ തവണ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ച സ്ഥലമാണ്. അവിടെ നിലനിർത്തണമെങ്കിൽ ശിവൻകുട്ടി തന്നെ വരണമെന്ന നിലപാടാണ് CPMന്റെ നേതൃത്വത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ മത്സരിക്കുമെന്ന ഉറപ്പാണ്. മറ്റു സീറ്റുകളിൽ പ്രധാനമായി നോക്കുമ്പോൾ അതുപോലെ കഴക്കൂട്ടം കടകംപള്ളി സുരേന്ദ്രൻ തന്നെ മത്സരിക്കാനാണ് സാധ്യത ഏറെയും. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചുവെങ്കിലും ഇതുവരെയും അന്വേഷണ സംഘം അത്തരത്തിൽ നീങ്ങുന്നില്ല. അദ്ദേഹത്തിനെതിരെ അതിന് തെളിവോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്ന കാര്യത്തിലൊന്നും അന്വേഷണ സംഘത്തിന് ഒരു വ്യക്തതയുമില്ല. അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ വീണ്ടും അവിടെ മത്സരിപ്പിക്കാനാണ് CPM ഒരുങ്ങുന്നത്. കടകംപള്ളിക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടുള്ള നിഗമനമാണ് CPMന് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ കടകംപള്ളി വീണ്ടും അവിടെ മത്സരിക്കാനാണ് അരങ്ങൊരുങ്ങുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളതുപോലെ വികസന ജാഥകളൊക്കെ ആരംഭിക്കുന്നുമുണ്ട്. കടകംപള്ളി മാറേണ്ടി വന്നാൽ മാത്രമാണ് അവിടെ CPM അത് ചില ആശങ്കകൾ നേതൃത്വത്തിനുള്ളത്. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ അന്വേഷണമൊക്കെ ഏത് ദിശയിൽ പോകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അങ്ങനെ വന്ന ഒരുപക്ഷേ CPM മറ്റു പേരുകൾ അവിടെ ആലോചിച്ചേക്കും. അവിടെ അപ്പോൾ പ്രധാനമായി പരിഗണിക്ക് വരിക SP ദീപക് എന്ന ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭാംഗം കൂടിയായ CPM ജില്ലാ കമ്മിറ്റി അംഗം SP ദീപകിനാണ്. കടകംപള്ളി അല്ലെങ്കിൽ കടകംപള്ളിക്ക് തന്നെയാണ് അവിടെ സാധ്യത ഏറ്റവും അധികം സാധ്യതയുള്ളത്. കടകംപള്ളി അല്ലെങ്കിൽ ദീപക് ഉൾപ്പെട്ട പേരുകളിലേക്ക് CPM പോയേക്കാം. വട്ടിയൂർക്കാവിൽ മറ്റൊരു പേര് CPM മുന്നില്ല. VK പ്രശാന്ത് തന്നെ മത്സരിക്കും. മേയർ ബ്രോയായി വന്ന ഉപതെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്ത വട്ടിയൂർക്കാവിൽ ഒരു തവണ കൂടി പ്രശാന്ത് വൻ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ചു വരുന്നു. അദ്ദേഹം തന്നെ വീണ്ടും വട്ടിയൂർക്കാവിൽ മത്സരിക്കും. കോവളത്ത് കഴിഞ്ഞ തവണ ജനതാദൾ SC നൽകിയ സീറ്റാണ്. ഇത്തവണ അവർ അവകാശവാദവുമായി രംഗത്തുണ്ട്. പക്ഷേ അവർക്ക് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ അവർ പരിഗണിക്കുന്ന 2 പേരുകൾ. ഒന്ന് ഭഗത് റൂഫസ് RJDയിലാണ്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ TN സുരേഷ്, അദ്ദേഹം ഒരു തവണ BDS 2016 മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. BDS നേതാവ് കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ RJDയിലാണ്. RJDയിൽ നിന്ന് ഈ ഭഗത് റൂഫസിനെയോ TN സുരേഷിനെയോ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ RJD ആലോചിക്കുന്നത്. അല്ലെങ്കിൽ CPM സീറ്റ് എടുക്കാനൊക്കെ ഒരു ഘട്ടത്തിൽ ആലോചിച്ചാണ്. പക്ഷേ ജനതാദൾ ആ സീറ്റിൽ ജനതാ സെക്യൂറാണ് ഇപ്പോൾ പാർട്ടിയുടെ പേര്. അവർ ആ ആവശ്യത്തിൽ ഉറച്ചു നിന്നാൽ ജനതാദളിന് സീറ്റ് വിട്ടുകൊടുക്കും. അവിടെ വിജയസാധ്യതയുള്ള ഈ 2 സ്ഥാനാർത്ഥികളിൽ ഒരാൾ അത് RJD ആണെങ്കിൽ പോലും അവർ പാർട്ടി മാറി ഇവിടേക്ക് എത്താനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഭഗത് റൂഫസോ TN സുരേഷോ അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വന്നാൽ വിജയിച്ച് വരാം എന്നൊരു പ്രതീക്ഷയാണ് ഇടതുമുന്നണിക്ക് ഉള്ളത്. പാറശാലയിൽ CK ഹരീന്ദ്രൻ തന്നെയാണ് ഇടതുമുന്നണിക്ക് ഉള്ള സ്ഥാനാർത്ഥി. അദ്ദേഹം സിറ്റിംഗ് MLA 2 തവണ വിജയിച്ച ആളാണ്. ആദ്യ തവണ 19,000 വോട്ടിനും പിന്നീട് 26,000 വോട്ടുമാക്കി ഉയർത്തിയ ജനകീയ MLA എന്ന് അറിയപ്പെടുന്ന CK ഹരീന്ദ്രൻ തന്നെ അവിടെ വീണ്ടും മത്സരിക്കും. ആ മണ്ഡലം നിലനിർത്താൻ അത് അനിവാര്യമെന്ന് CPM കരുതുന്നു. നെയ്യാറ്റുകരയിൽ K ആൻസലൻ തന്നെ വീണ്ടും മത്സരിക്കും. ആൻസലൻ മാറിയാൽ മാത്രം ബെൻ ഡാർവിൻ. ആൻസലനും അവിടെ നല്ല വേരുകളുള്ള നേതാവാണ്. ജനങ്ങളുമായി ഇടപെടുന്ന MLA ആണ്. അതുകൊണ്ട് തന്നെ ആൻസലനും അവിടെ സ്ഥാനാർത്ഥിയാകാൻ തന്നെ സാധ്യത. 9,000 ആയിരുന്നു അദ്ദേഹം 2016 ഭൂരിപക്ഷം. 21 ഇത് 14,000 ഉയർത്തിയ ആൻസലൻ വീണ്ടും അവിടെ മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. കാട്ടാക്കടയിൽ IB സതീഷ് തന്നെ വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പാണ്. മറ്റു പേര് ഇവിടെ CPMന്റെ പരിഗണനയില്ല. കാട്ടാക്കട UDFന്റെ പിടിച്ചെടുത്ത മണ്ഡലമാണ്. 2016 വെറും 849 വോട്ടിനാണ് അവിടെ ശക്തനെ പരാജയപ്പെടുത്തി IB സതീഷ് ആദ്യമായി വിജയിക്കുന്നത്. 2021 ആകുമ്പോൾ അത് 23,000 പരം വോട്ടായി സതീഷ് ഭൂരിപക്ഷം ഉയർത്തിയ മണ്ഡലം. അവിടെ ഇത്തവണ ശക്തൻ മത്സരിക്കുന്നില്ലാന്ന് വേണം മനസ്സിലാക്കാൻ. ശക്തൻ നെയ്യാറ്റുകരയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ IB സതീഷ് തന്നെ മത്സരിച്ച സീറ്റ് നിലനിർത്താനുള്ള ശ്രമമാകും CPMന്റെ ഭാഗത്ത് ഉണ്ടാവുക. നെടുമങ്ങാട് GR അനിൽ തന്നെ മത്സരിക്കും. അവിടെ മറ്റു പേര് CPIക്ക് മുന്നിലില്ല. ആദ്യ തവണ തന്നെ മത്സരിച്ചു. വലിയ ഭൂരിപക്ഷത്തോടുകൂടി മണ്ഡലം പിടിച്ചെടുക്കുന്നു. മന്ത്രിയാകുന്നു. ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ CPIയുടെ നേതാവായ GR അനിൽ നെടുമങ്ങാട് വീണ്ടും മത്സരിക്കും. അരുവിക്കര CPM പിടിച്ചെടുത്ത മണ്ഡലമാണ്. അത് ശബരിനാഥിനെ പരാജയപ്പെടുത്തി G സ്റ്റീഫൻ വിജയിച്ച മണ്ഡലമാണ്. ഇത്തവണയും അവിടെ സ്റ്റീഫൻ തന്നെ മത്സരിക്കും. അത് ഏറെക്കുറെ ധാരണയായ മണ്ഡലമാണ്. വാമനപുരത്ത് 2 തവണ വിജയിച്ച DK മുരളി തന്നെ വീണ്ടും മത്സരിക്കും. DK മുരളിയും അവിടെ മികച്ച പ്രകടനം നടത്തുന്ന MLA ഗണത്തിൽ CPM എടുത്ത നേതാവാണ്. DK മുരളി അവിടെ വാമനപുരത്ത് വീണ്ടും മത്സരിക്കും. വർക്കല CPMന്റെ ജില്ലാ സെക്രട്ടറി കൂടിയ V ജോയിയുടെ പേരാണ് ഇപ്പോഴും ഉള്ളത്. അദ്ദേഹം സാധാരണഗതി ജില്ലാ സെക്രട്ടറിമാരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാറില്ല. പക്ഷേ വർക്കല നിലനിർത്തണമെങ്കിൽ ജോയ് തന്നെ വേണം. 2016 കടുത്ത പോരാട്ടത്തിലാണ് 2396 വോട്ടിന് ആദ്യം ജോയ് ജയിക്കുന്നത്. പക്ഷേ അത് 2024 ആകുമ്പോൾ 17,000 ലീഡ് ഉയർത്തിയ മണ്ഡലമാണ്. ജോയ് നിന്നാൽ വീണ്ടും അവിടെ സീറ്റ് ഉറപ്പിക്കാം. ഇത്തവണ ഒരു പരീക്ഷണങ്ങളും വേണ്ട.
വിജയിക്കാവുന്ന സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന് CPM നിർബന്ധം പിടിക്കുമ്പോൾ ജോയ് തന്നെ വീണ്ടും അവിടെ മത്സരിച്ചേക്കും. ആറ്റിങ്ങലിൽ പക്ഷേ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. OS അംബികയാണ് അവിടെ CPMന്റെ സിറ്റിംഗ് MLA. അംബികയ്ക്ക് പകരം അവിടെ B സത്യൻ, മുൻ MLA സത്യനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. അംബികയുടെ സാധ്യത പൂർണ്ണമായും അടഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴും B സത്യൻ്റെ പേരുണ്ട്. ഒരുപക്ഷേ CPMന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ PK ബിജു മത്സരിക്കാനെത്തിയ ഒരുപക്ഷെ പരിഗണിക്കപ്പെടുന്ന മണ്ഡലങ്ങളൊന്ന് ആറ്റിങ്ങലാകാം. ജില്ലാ നേതൃത്വത്തിന് പക്ഷേ അവിടെ താല്പര്യം ജില്ലയിലെ നേതാക്കൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ അംബികയോ അല്ലെങ്കിൽ B സത്യനോ അവിടെ മത്സരിക്കും. ചിറയൻകീഴ് CPയുടെ ജില്ലയിലെ രണ്ടാമത്തെ സീറ്റാണ്. ചിറയൻകീഴിൽ 3 തവണ ജയിച്ച V ശശിയാണ്, മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയ V ശശിയാണ് സിറ്റിംഗ് MLA. ശശി 3 തവണ വിജയിച്ചു. അതിൽ കൂടുതൽ ഒരാൾക്ക് CPI സാധാരണഗതിയിൽ അവസരം നൽകാറില്ല. അതുകൊണ്ട് തന്നെ അവിടെ പുതിയൊരാൾ വരും. അത് മനോജ് V ഇടമന എന്ന CPയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ്. മനോജ് കഴിഞ്ഞ തവണയും പരിഗണിക്കപ്പെട്ട പേരാണ്. പക്ഷേ ഇത്തവണ മനോജ് തന്നെ സാധ്യത അവിടെ കൂടുതലാണ്. അങ്ങനെ ജില്ലയിൽ 13 സീറ്റ് നിലനിർത്തുക എന്ന വലിയ ഒരു ലക്ഷ്യത്തോടു കൂടി പോകുന്ന ഇടതുമുന്നണി പരമാവധി സിറ്റിംഗ് MLAമാരെയും പകരം ഇടങ്ങളിൽ അവിടെ അത്രയധികം സ്വാധീനമുള്ള ആളുകളെ രംഗത്തിറക്കി ആ ഒരു ഈ സൂചിപ്പിക്കുന്ന പോലുള്ള പേരുകളാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം അരുൺ, ഇപ്പോൾ 2016-ലും അതോടൊപ്പം തന്നെ 2021-ലെയും രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു മാറ്റമുണ്ട്. അത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളെയും നമുക്ക് പരാമർശിക്കാൻ പറ്റില്ല എങ്കിൽ പോലും BJPയുടെ ഒരു വളർച്ചയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ കരുത്തരായ സ്ഥാനാർത്ഥികൾ കൂടി ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണല്ലോ അവിടെ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റാതെ പോയത്. ഇനിയും നമുക്ക് ചിത്രം തെളിയേണ്ടതുണ്ട്. ആരൊക്കെയാണ് ഇപ്പോൾ നേമത്ത് സ്ഥാനാർത്ഥിയായി വരിക, കോൺഗ്രസിൻ്റേത്, അല്ലെങ്കിൽ വട്ടിയൂർക്കാവിൽ ആരായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ട്. പക്ഷേ BJP ഫോക്കസ് ചെയ്യുന്ന മണ്ഡലങ്ങൾ, അതിപ്പോൾ നേമമാകട്ടെ, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം പോലെയുള്ള മണ്ഡലങ്ങളിൽ ഒക്കെ ഏത് നിലയിലുള്ള ഒരു പ്രതീക്ഷ ഇടതുമുന്നണി വെച്ചു പുലർത്തുന്നുണ്ട്? അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെയും അല്ലെങ്കിൽ UDFിൻ്റെ സ്ഥാനാർത്ഥികളുമൊക്കെ നിർണായകമാകുന്നൊരു പശ്ചാത്തലമുണ്ടോ? പലപ്പോഴും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നതും തിരുവനന്തപുരം ജില്ലയിലാണല്ലോ. തീർച്ചയായിട്ടും അതിൽ BJPയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ നേമം തന്നെയാണ്. അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് ഉറപ്പാണ്. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരെന്നത് കൂടി വളരെ നിർണായകമാണ്. മന്ത്രി V ശിവൻകുട്ടി മത്സരിച്ച് കഴിഞ്ഞ തവണ ജയിക്കാൻ കാരണം തന്നെ K മുരളീധരൻ എന്ന ശക്തനായ നേതാവിനെ അവിടെ ഇറക്കി അവർ പരമാവധി വോട്ടുകൾ കോൺഗ്രസ് സമാഹരിച്ചതാണ്. അതുതന്നെയാണ് CPMന്റെ വിജയത്തിന് കാരണമായത്. ഇത്തവണ അവിടെ കോൺഗ്രസിലുള്ള പ്രതിസന്ധി, അവിടെ ദുർബല സ്ഥാനാർത്ഥി ഇറക്കിയാൽ നേരത്തെ ഉള്ളതുപോലെ നേമം രാജഗോപാൽ ജയിച്ചത് UDFിൻ്റെ ദുർബല സ്ഥാനാർത്ഥി വന്നപ്പോഴാണ്. ആ ചീത്തപ്പേര് വീണ്ടും കോൺഗ്രസിന് പേറേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവർ അവിടെ ശക്തനായ സ്ഥാനാർത്ഥി ഇറക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അവിടെ ശക്തെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പുതുമുഖമായിരിക്കാം, കുറച്ചുകൂടി യുവാക്കളെ ഇറക്കി പിടിക്കാൻ ശ്രമിക്കാം. കാരണം മുരളീധരനെ പോലെ നേതാക്കളൊന്നും അവിടേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. ശശി തരൂരോടെ മത്സരിക്കുമെന്ന് പറയുന്ന ആളുകളുണ്ട്. മത്സരിക്കുന്ന ആവശ്യം ജില്ലയിൽ തന്നെയുണ്ട്. തരൂർ ഇറങ്ങിയാൽ നിയമം BJP വിജയിക്കാൻ നോക്കുക മാത്രമല്ല പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും കോൺഗ്രസിനുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ തരൂറിനെ അവിടെ പരിഗണിച്ചേക്കാം. തരൂർ അതിന് സമ്മതം മൂടുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അല്ലെങ്കിൽ ഒരു യുവ സ്ഥാനാർത്ഥി ഇറക്കി പരമാവധി വോട്ട് സമാഹരിക്കുക എന്ന ലക്ഷ്യമാകും കോൺഗ്രസിനുള്ളത്. ഏതായാലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്ന CPM ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒരു മണ്ഡലം നേമം തന്നെയാണ്. അവിടെ അതിന് കാരണം കോൺഗ്രസിൻ്റെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോയില്ലെങ്കിൽ അത് BJPക്ക് വിജയത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്ക തന്നെയാണ് CPMന്റെ ആ ഒരു ചിന്തയ്ക്ക് അടിസ്ഥാനം. വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് ഉണ്ടെങ്കിൽ ജയിക്കാമെന്ന പ്രതീക്ഷ CPMന് ശക്തമായി തന്നെയുണ്ട്. K മുരളീധരനാണ് അവിടെ നേരത്തെ പറഞ്ഞു കേട്ട പേര്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒരുപക്ഷെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് മാറിയേക്കാം. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകുമെന്ന പ്രതീക്ഷയാണ് CPM കേന്ദ്രങ്ങൾക്ക് ഉള്ളത്. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മുരളീധരൻ അല്ലെങ്കിൽ ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ മാത്രമാണ് CPMന് ഉള്ളത്. കഴക്കൂട്ടത്ത് ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുമെന്ന് ഉറപ്പാണ്. അവിടെ V മുരളീധരൻ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, ദേശീയ നേതാവ് വലിയ വെല്ലുവിളി കടകംപള്ളി സുരേന്ദ്രൻ ഉയർത്തുമെന്ന് ഉറപ്പാണ്. ആദ്യത്തെ ഘട്ടത്തിൽ കടകംപള്ളി 2016-ൽ മുരളീധരൻ മത്സരിക്കുമ്പോൾ ശക്തമായ ഒരു പോരാട്ടം അവിടെ കടകംപള്ളി മുരളീധരനിൽ നിന്ന് നേരിട്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷം. മാത്രമല്ലല്ലോ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.